ഓം നമഃ ശിവായ. ആദ്യം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക്, ഷെയർ, കമന്റ് കൂടി ചെയ്യുക. സ്വരാശിയിൽ ശക്തനായി സൂര്യൻ, സൂര്യപ്രഭയിൽ തിളങ്ങുന്നത് 3 രാശികൾ. സൂര്യനെ ആരാധിക്കുന്ന നിരവധി ജനവിഭാഗങ്ങൾ ലോകത്തുണ്ട്. ജ്യോതിഷത്തിലും സൂര്യൻ സുപ്രധാന സ്ഥാനമുണ്ട്. നവഗ്രഹങ്ങളുടെ രാജാവാണ് സൂര്യൻ. സൂര്യനെ ദൈവമായാണ് ഹിന്ദുക്കൾ കണക്കാക്കുന്നത്. ആത്മാവ്, പിതൃത്വം, ആത്മവിശ്വാസം, ബഹുമാനം, അധികാരസ്ഥാനങ്ങൾ എന്നിവയെ എല്ലാം പ്രതിനിധീകരിക്കുന്നത് സൂര്യനാണ്. കൂടാതെ അന്തസ്, തൻഭാവം, സ്വയം ബഹുമാനം, കരിയർ, ആത്മാർത്ഥത, മനോബലം, നേതൃഗുണം എന്നിവയുടെ കാരണഭൂതനും സൂര്യനാണ്. സൂര്യൻ ചില രാശികളിൽ എത്തുന്നത് വളരെ ശുഭകരമായാണ് കണക്കാക്കപ്പെടുന്നത്. അടുത്ത ആഴ്ച സൂര്യൻ ചിങ്ങം രാശിയിൽ എത്തുകയാണ്. ജ്യോതിഷലോകത്ത് വളരെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന രാശിമാറ്റമാണ് ഇത്. കാരണം സൂര്യന്റെ സ്വന്തം രാശിയാണ് ചിങ്ങം. ചിങ്ങത്തിൽ സൂര്യൻ വളരെ ശക്തനും ശുഭഫലദായകനുമാണ്. ആഗസ്റ്റ് 16 രാത്രിയോടെയാണ് സൂര്യൻ ചിങ്ങത്തിലേക്ക് കടക്കുന്നത്. ചില രാശികളെ സംബന്ധിച്ച് വളരെ ശുഭകരമായ രാശിമാറ്റമാണ് ഇത്. ആ രാശികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ആദ്യത്തെ രാശി തുലാം. സൂര്യന്റെ രാശിമാറ്റം തുലാം രാശിയിൽ പിറന്നവർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും നൽകും. തുലാം രാശിയുടെ വരുമാനം, ലാലാഭം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് ഈ രാശിമാറ്റം നടക്കുന്നത്. അതുകൊണ്ട് ഈ കാലയളവിൽ വരുമാനം കാര്യമായി വർദ്ധിക്കും. സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടും. സാമ്പത്തികമായി മറ്റ് പല ലാഭങ്ങളും ഈ സമയത്ത് പ്രതീക്ഷിക്കാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ കേൾക്കാനാകും. ഈ മാസം ഇവർക്ക് പുതിയ പ്രോപ്പർട്ടി വാങ്ങാനും നിക്ഷേപങ്ങൾ നടത്താനും അനുയോജ്യമാണ്. കയറ്റുമതി, ഇറക്കുമതി രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. രണ്ടാമത്തെ രാശി കർക്കടകം. കർക്കടകം രാശിയിൽ പിറന്നവർക്കും സൂര്യന്റെ രാശിമാറ്റം ഗുണകരമാകും. ഇവരുടെ സമ്പത്ത്, ഭാഷണം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് സൂര്യൻ എത്തുന്നത്. അതിനാൽ ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതി ഏറെ മെച്ചപ്പെടും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സ്നേഹവും അനുഭവപ്പെടും. വാഹനങ്ങളോ പ്രോപ്പർട്ടിയോ വാങ്ങാനുള്ള യോഗമുണ്ടാകും. കരിയറിലെ സുവർണ കാലഘട്ടമായിരിക്കും ഇത്. സംസാരത്തിലൂടെ ആളുകളുടെ മതിപ്പ് നേടാൻ സാധിക്കും. ജനപ്രിയത വർദ്ധിക്കുകയും അഭിമാനം തോന്നുകയും ചെയ്യും. മൂന്നാമത്തെ രാശി ധനു. ധനുരാശിയിൽ ജനിച്ച ആളുകൾക്കും സൂര്യന്റെ രാശിമാറ്റം തുണയാകും. രാശിമാറ്റ സമയത്ത് ധനുരാശിയുടെ 9ാം ഭാവത്തിലാണ് സൂര്യൻ ഉണ്ടായിരിക്കുക. അതിനാൽ ഭാഗ്യത്തിന്റെ തുണയോടെ എല്ലാ കാര്യങ്ങളിലും വിജയം നേടാൻ കഴിയും. കരിയറിൽ ശുഭകരമായ മാറ്റങ്ങൾ സംഭവിക്കും. ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് നല്ല അവസരങ്ങൾ വന്നെത്തും. ചെറുതും വലുതുമായ യാത്രകൾക്ക് സാധ്യതയുണ്ട്. മതപരമായ ചടങ്ങുകളിലോ മംഗളകർമ്മങ്ങളിലോ പങ്കെടുക്കാനുള്ള യോഗമുണ്ടാകും.